ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോയിലൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടൊക്കെ കുറേ ദിവസമായി. വീഡിയോ ഇടാനായിട്ടുള്ള ഒരു മൂഡിലും വീഡിയോ ഇടാനായിട്ടുള്ളൊരു കാര്യത്തിലൊന്നും ആയിരുന്നില്ല ഞാൻ വീഡിയോ കാണുന്നത് നിങ്ങൾക്കറിയാം. ഒരുപാട് പ്രശ്നങ്ങൾ വളരെയധികം മാനേജ് ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. ആരും എനിക്ക് വേണ്ടിയിട്ട് ഒരു സഹായത്തിനോ അല്ലെ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണമെന്നും ആരുടെ ഇത് വെച്ചിട്ടല്ല. ഞാൻ തനിയെയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പം വളരെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് ഓരോ പ്രശ്നങ്ങൾ തനിയെ നിന്ന് സ്ട്രോങ് ആയിട്ട് നിന്ന് മാനേജ് ചെയ്യണ ഒരാളാണ് ഞാൻ. എനിക്കതിലൊന്നും ബുദ്ധിമുട്ടില്ല. അതൊക്കെ ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസം കൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഡിസംബർ മാസം 24-ാം തീയതി കഴിഞ്ഞ ഡിസംബർ മാസം ഈ സമയത്തൊക്കെ ഞാൻ വീട്ടിലാണുള്ളത്, വയനാട്. എന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, ഒളിച്ചു വെച്ചു, മറച്ചു വെച്ചു. അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ കാണാത്ത പോലെ നടിച്ച് നടന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം ഞാനും കണ്ണനും കൂടെ ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാ മാസവും വീട്ടിൽ പോയി വിളക്ക് കത്തിക്കാനായിട്ട് ഞങ്ങൾ പോകുമായിരുന്നു. പോണ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒന്നെങ്കിൽ റിസോർട്ട് എടുത്ത് താമസിക്കും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, രാവിലെ അവിടെ ചെന്ന് വിളക്ക് കത്തിക്കും, വൈകുന്നേരം അവിടെ ചെന്ന് വിളക്ക് കത്തിക്കും. റിസോർട്ടിൽ ആണ് ഞങ്ങൾ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും അവിടെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവർ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഇവരിങ്ങനെ വിളിക്കും, നിങ്ങൾ വരുന്നില്ലേ എന്ന് വിളിക്കും. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണ് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മൂഡ് ഓഫ് ആയിട്ടോ പല കാര്യങ്ങളിലൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇവർക്ക് അതൊന്നും ചിന്തിച്ചുകൊണ്ടല്ലോ ഇവർ ഫോൺ ചെയ്യുമ്പോൾ അത് എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ് ആവും. പിന്നെ കണ്ണൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഡിസ്റ്റർബ് ആയിട്ടിരിക്കുമ്പോൾ കണ്ണനും അത് ബുദ്ധിമുട്ടാകും. അപ്പം നമ്മളത് ഫോണൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അവിടെ ചെല്ലുമ്പം സംസാരിക്കും, കാണും, തിരിച്ചു പോരും. അത്രയും മതിയല്ലോ, അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം അവരുടെ രീതി വെച്ച് നോക്കുമ്പോൾ അത് തന്നെ ധാരാളമാണ്. അപ്പം ഇവരുടെ കുറേ നാളത്തെ നാടകമല്ലേ, കുഞ്ഞുനാൾ മുതൽ ഇവരുടെ നാടകവും ഇവരുടെ വീട്ടുകാരുടെ നാടകമൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്. അപ്പം എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ ചെന്ന സമയത്തൊക്കെ നിങ്ങൾ വരുന്നില്ലേ, വാ ഞാൻ നിങ്ങൾക്ക് പൈസ, നിങ്ങൾ വാ എന്ന് പറഞ്ഞാൽ ഓരോ വിശേഷ ദിവസങ്ങളിൽ ഓണത്തിനൊക്കെ നമുക്ക് ചിലപ്പോൾ ആ സമയത്തൊന്നും പേയ്മെൻ്റ് ഒന്നും കയ്യിൽ കാണത്തില്ല. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇട്ട് തരാം നിങ്ങൾക്ക്, ഞാനിവിടെ വരുമ്പോൾ തരാം, നിങ്ങൾ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇവർ വിളിക്കും ഞങ്ങളെ. അതെല്ലാം കഴിഞ്ഞ് ഇവരുടെ മകനുമായിട്ടുള്ള സംസാരം തുടങ്ങിയതിന് ശേഷം പതിയെ ഇവരുടെ നാടകങ്ങൾ ഇവർ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങി. അതൊക്കെ നമുക്ക് മനസ്സിലായി. എന്നിട്ട് ഒരു ദിവസം ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവർ ഫോൺ ഓണാക്കി വെച്ചിരിക്കുന്നു. അത് ഇവർ ഓഫാക്കാൻ ഇവർക്ക് അറിയില്ല. അപ്പോൾ ഓഫാക്കാതിരുന്നപ്പോൾ ഇവർ പറഞ്ഞു പപ്പയുടെ കൂട്ടുകാരനാണ് വിളിച്ചത്. പക്ഷേ പപ്പയുടെ കൂട്ടുകാരനല്ല വിളിച്ചത്, എൻ്റെ ആങ്ങളെയാണ് ഫോൺ ചെയ്തത്. എൻ്റെ ആങ്ങളെ ഫോൺ ചെയ്തു എന്ന് പോലെ എന്നോട് എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് അവർക്ക് പറയുന്നില്ല. അവർ കള്ളത്തരങ്ങൾ മൂടി വെച്ചു. അങ്ങനെ ഡിസംബർ 24-ാം തീയതി ഇവനെ വരുമെന്നുള്ള തീയതിയൊക്കെ അടുത്തപ്പോഴത്തേക്കും ഇവർ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇവർക്ക് ശല്യം ആ വയനാട് ഇരിക്കുന്ന വിളക്കുതറയാണ് ഇവരുടെ ശല്യം. ഇവരായിട്ട് തുടങ്ങിയതാണ്. അതായത് 2015 ഇവരായിട്ട് അതായത് എൻ്റെ ആങ്ങളെ അവിടുന്ന് വഴക്കൂടി, ആങ്ങളെയും ഭാര്യയും കൊച്ചുമൊക്കെ ആയിട്ട് വഴക്കൂടി പോകുമ്പം ഇവർ തനിയെ ഇരുന്ന് അങ്ങനെ ഞാൻ ചെന്ന് അന്ന് ആ സമയത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കി അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ആ വിളക്കുതറ അവിടെ നമ്മൾ കൊളുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പപ്പ തന്നെ എന്ത് ചെയ്ത്, പപ്പായും ഇവരും കൂടെ മുൻകൈ എടുത്ത് വന്ന് കേളുവൈദ്യരും കൂടെ സാന്നിധ്യത്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളവിടെ ഇവർ വിളക്ക് തറയ്ക്കുള്ള ഇത് എല്ലാം ചെത്തി വൃത്തിയാക്കി അവിടെ കുറ്റിയടിച്ച് അവിടെ സ്ഥാനം കണ്ട് അവിടെ വിളക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റിൽ അവിടെ നിലവിളക്ക് തെളിയിച്ചു. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ റിസോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ വരാൻ കുറച്ച് എത്തി. എനിക്ക് അവിടുന്ന് കൽപ്പറ്റയിൽ നിന്ന് 1 ബസ് കയറി വരാൻ വേണ്ടി കുറച്ച് വൈകിയപ്പോഴും ഇവരവിടെ വിളക്ക് കത്തിച്ചു. അങ്ങനെ എനിക്കെന്ത് ചെയ്തു, കേളോട്ടൻ എനിക്ക് ഈ വിളക്ക് കൊണ്ട് വീട്ടിൽ നീ വെക്കുകയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ വിളക്ക് കത്തിച്ച് കെടാതെ കൊണ്ട് വയ്ക്കണമെന്ന് പറഞ്ഞു. കേളോട്ടൻ എൻ്റെ കയ്യിൽ ആ വിളക്ക് തരുന്നു, ഞാനത് കൊണ്ട് കെടാതെ കൊണ്ടുവന്ന് വെക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ വിളക്ക് തറക്കി സ്ഥാനം കൊടുത്തു. അതവിടെ ഒരു പകുതിയായിട്ട് ഒരു സിമെൻറ്റ് കട്ട കൊണ്ട് പകുതി കെട്ടി കട്ടളയും ജനലും ഒക്കെ വെച്ച് പകുതി പൂർത്തീകരിച്ച് നമുക്കൊരു വിളക്ക് വയ്ക്കാനായിട്ടൊരു പീഠം അവിടെ എന്ത് ചെയ്തു പപ്പ ഉണ്ടാക്കി. പപ്പ തന്നെ ആണ് അത് ഉണ്ടാക്കി എനിക്ക് തന്നത്. അങ്ങനെ എന്നിട്ട് പപ്പ പറഞ്ഞു ഇതിൽ ഞാൻ വഴി കൊടുക്കും, വീടിൻ്റെ താഴെ കൂടെ തന്നെ അവൾക്ക് പോകാനും വരാനുള്ള വഴി ഞാൻ അവൾക്ക് കൊടുക്കും, ആ സ്ഥലം ഞാൻ അവൾക്ക് കൊടുക്കും എന്നെല്ലാം പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല സമയത്തും ഇവരും ഇവരുടെ ആളുകളും ചേർന്ന് അതെല്ലാം എന്ത് ചെയ്യും, മുടക്കി പപ്പയുടെ മനസ്സിനെ പലപ്പോഴും മാറ്റി എന്നോട് വഴക്കിടാവുന്ന രീതിയിലേക്ക് ഇവർ പല വിഷങ്ങളും കുത്തിവെച്ച് ഇവരുടെ ആളുകളും കൂടെ ചേർന്ന്
അവിടെ നാടകങ്ങൾ ഓരോന്നോരോന്ന് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ എന്ത് ചെയ്യും, പപ്പ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഇവരെന്നെ എനിക്ക് ജന്മം തന്ന എൻ്റെ അപ്പൻ വരുന്നതിന് എന്താണ്, അതിനകത്ത് ഒരുപാട് നാടകമാണ് ഇവരെന്ത് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നത്, അതായത് എൻ്റെ അമ്മ കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളവിടെ വിളക്ക് കത്തിച്ച് 9 വർഷത്തോളം നമ്മൾ വിളക്ക് കത്തിച്ചു. അതിൽ 2 വർഷമോ 3 വർഷം അങ്ങാണ്ട് ഞാൻ ഇവരറിയാതെ വിളക്ക് കത്തിച്ചു. അത് കഴിഞ്ഞ് ഇവരറിഞ്ഞുകൊണ്ട് കത്തിച്ചു. ആദ്യം കത്തിക്കുന്ന നിലവിളക്കൊക്കെ എടുത്ത് ഞാൻ വെക്കുമായിരുന്നു. പിന്നെ ഇവരുടെ മുമ്പിൽ തന്നെ നിലവിളക്കൊന്നും എടുക്കില്ല. നമ്മളെപ്പോഴും ചെല്ലുന്ന സമയത്ത് കത്തിച്ച് വെച്ചിട്ട് അവരുന്ന് പോരും. ചെല്ലുമ്പോൾ ചെന്ന് നിലവിളക്കൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി അവിടെ എല്ലാം വൃത്തിയാക്കി. അപ്പോൾ ഇവരെന്നോട് പറയും അവിടെ തന്നെ ഉണ്ടല്ലോ വെള്ളം, എന്തിനാ പിന്നെ ഇവിടുന്ന് കൊണ്ടുവന്നു, അവിടുന്ന് തന്നെ എടുത്ത് കഴുകിയാൽ പോരെ എന്നൊക്കെ ഇവരെന്നോട് പല അഭിപ്രായങ്ങൾ പറയും. അവിടെ പൊങ്കാല ഇട്ടിട്ടുണ്ട്, അതിന് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, സഹകരിച്ചു. ഇവരെന്നെ മുമ്പിൽ നിന്ന് പൊങ്കാലയിട്ട് ആ അമ്മയ്ക്ക് എന്ത് ചെയ്തു, ആദ്യമായിട്ട് വിളമ്പി കൊടുത്തു. ആ പായസം ഇവർ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെല്ലാൻ താമസിച്ച് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും, അവിടെ ചന്ദനത്തിരിയും ഒക്കെ ഒരു ഗ്ലാസ് നിറച്ച് മണലിട്ടിട്ട് ഗ്ലാസ് നിറച്ച് ഞാൻ കത്തിക്കുന്നതിലും കൂടുതൽ ചന്ദനത്തിരി എന്ത് ചെയ്യും, എൻ്റെ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ അവിടെ ഇവർ കത്തിച്ച് വയ്ക്കും. എന്നിട്ട് ഇവരെന്നോട് പറയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യും, ചന്ദനത്തിരി അവിടെ കത്തിക്കാറുണ്ട്. അങ്ങനെ ഒക്കെ ചെയ്തിട്ട് ഇവർ ജോലി ഇല്ലാണ്ടിരിക്കുമ്പോൾ ഇവരെന്നോട് പറയും ഞാൻ നിനക്ക് എണ്ണ വാങ്ങിക്കാനും തിരി വാങ്ങിക്കാനൊക്കെ ഞാൻ നിനക്ക് പൈസ തരാം, എനിക്ക് ജോലി കിട്ടട്ടെ എന്നൊക്കെ ഇവരെന്നോട് പറയും കേട്ടോ. അപ്പോൾ ഇവരിതെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം അനുഭവിച്ചിട്ടാണ് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നെനിക്കറിയത്തില്ല. ഇവരുടെ മകൻ്റെ കല്യാണം ഡൈവേഴ്സായിപ്പോയി. അവളുടെ ഫേസ്ബുക്കൊക്കെ ഞാൻ കണ്ടു. അവൾ വേറെ ഒരാളുടെ കൂടെ കല്യാണം കഴിച്ച് അവൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവൻ്റെ പണം മൊത്തം തട്ടിയെടുത്തിട്ട് അവൾ എന്ത് ചെയ്യുന്നു, സുഖമായിട്ട് എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. ഫേസ്ബുക്കിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫേസ്ബുക്ക് നോക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് ജോബി ജോസ് എന്ന് അടിച്ചാൽ ഇവളെ ഫേസ്ബുക്കും വരും. ഇവൾ 2ാം കല്യാണം കഴിച്ചു, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ആദ്യ കുർബാന നടത്തിയപ്പം ഇവളും എന്ന് വെച്ചാൽ ഒന്നും അല്ലെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ആദ്യ കുർബാന എന്ന് പറയുമ്പോൾ ഭയങ്കര ചടങ്ങാണ്. അപ്പനും അമ്മയും ഒക്കെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പം എന്ത് ചെയ്യും, അങ്ങനത്തെ ആദ്യ കുർബാനയുടെ ചടങ്ങിൽ പോലും എൻ്റെ ആങ്ങളയില്ല. അപ്പോൾ അങ്ങനെ ഈ കുട്ടീനെ ഇവൾ നിർത്തിക്കൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവൻ്റെ വാട്സപ്പിലേക്ക് ഈ ഫോട്ടോ എടുത്ത് അങ്ങ് അയച്ചു കൊടുത്തു. അപ്പോൾ ഇതിനു മുമ്പ് ഇവൻ 1-2 പ്രാവശ്യം അപ്പോൾ വർഷങ്ങളായിട്ട് ഇവനുമായിട്ട് ഞാനും ആയിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല, മിണ്ടൽ പോലുമില്ല. ആങ്ങളെ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, ബന്ധങ്ങളൊന്നുമില്ല. എനക്കുമില്ല അവനുമില്ല, എന്നോട് ഇങ്ങോട്ടുമില്ല, എനിക്ക് അങ്ങോട്ടൊട്ടുമില്ല, ഉള്ളത് പറയാമല്ലോ. പക്ഷെ നമുക്ക് അടുക്കാൻ പറ്റിയ ക്യാരക്ടറല്ല അവരുടേത്. എനിക്ക് ഇവരോടൊന്നും, എൻ്റെ അമ്മയോടോ എൻ്റെ അമ്മയുടെ ആളുകളോടോ അപ്പൻ്റെ ആളുകളോടൊന്നും അടുക്കാൻ പറ്റിയ ക്യാരക്ടറിൻ്റെ ഉടമയല്ല. അതിൻ്റെയൊക്കെ 10 മടങ്ങ് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇവർ എന്താ പറയുക, മകൻ വരാനുള്ള ഒരുപാട് നാടകങ്ങൾ കളിച്ചു. എൻ്റെ ഫാദറിൻ്റെ മരണത്തിൽ ഒരുപാട് നാടകങ്ങൾ കളിച്ച് ഞാൻ ഇവരുടെ ഫോണിലോട്ട് വിളിക്കുകയോ ഇവരോടൊന്നും സംസാരിക്കാനോ ഒന്നിനും ഞാൻ പോകാറില്ല. ഇവരൊരുപാട് നാൾ ദേവലോകം ചാനലിനെതിരെയൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടും അവിടെ ഒന്നും ഒരു നടപടിയായില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട് പോയി വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി കത്തിച്ചു. കാരണം എനിക്ക് കത്തിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു തിരിയെങ്കിലും അവിടെ പോയി കൊടുക്കണം. എൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് സമാധാനമാകണം. എനിക്ക് എൻ്റെ കാര്യത്തിൽ ഞാനാണ് വലുത്. അപ്പോൾ എനിക്ക് ആ വിളക്ക് അവിടെ കൊടുക്കണം. ഞാൻ പോയി വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ചിട്ട് അവിടെയുള്ള ഒരുത്തൻ മുത്തോലിയിൽ ബേബി എന്ന് പറയുന്ന ഒരാളാണ് ഞങ്ങളെ കണ്ടത് വിളക്ക് കത്തിക്കാൻ ചെല്ലുന്നത്. ഞങ്ങൾ അപ്പുറ സൈഡിൽ കൂടെ വഴി മാറിയാണ് പോയത്. അപ്പോൾ കത്തിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാളെ കണ്ടു. അപ്പോൾ ഇയാൾ എന്താ ഇതിലേന്ന് ചോദിച്ചു. പറഞ്ഞു ഇതിലേ വരേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൽ വന്നു എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. ഇയാളെന്ത് ചെയ്ത് നേരെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞ് അത് വലിയ വിഷയമായി. കുടുംബം കലക്കുക എന്ന് പറയില്ലേ, അവർക്ക് അതിൻ്റെ ഒന്നും യാതൊരു കാര്യങ്ങളില്ല. ഞാൻ വന്നതെന്ന് വിളിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. വർഷങ്ങളായിട്ട് ഞാൻ അവിടെ എല്ലാ മാസവും ചെല്ലുന്നത്. ഞാൻ ചെല്ലുന്നതെന്ന് വിളിച്ച് പറയേണ്ട യാതൊരു കാര്യമില്ല. ഇയാൾ വിളിച്ച് പറഞ്ഞു, സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാനവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റേഷനിൽ നിന്ന് ഒരു മിനിറ്റ് ഞാൻ അവിടുന്ന് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചു.
വിളിച്ചപ്പോൾ എന്നെ അറിയുന്ന ഒരാളാണ് വിളിച്ചത്, രാജി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം എൻ്റെ വീട്ടിൽ പോകരുത് എന്ന് പറയാൻ ഒരു പോലീസുകാർക്കും അധികാരമില്ല. എനിക്ക് ജന്മം കൊണ്ട് എനിക്ക് ജന്മം തന്ന എൻ്റെ കുടുംബത്തിലേക്കാണ് എന്ത് ചെയ്ത് കയറി ചെന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ കുടുംബത്തിലേക്കല്ല കയറി ചെന്നത്. എൻ്റെ അപ്പൻ എനിക്ക് അതായത് അപ്പൻ പണിത് ഇട്ടിരിക്കുന്ന എന്നെ ബാല്യകാലം തൊട്ട് ചുവട് വെച്ച് അധ്വാനിച്ചും ഒക്കെ ഉള്ള മണ്ണിലാണ് ഞാൻ കയറി ചെന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ തറവാട്ടിൽ ചെന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് ചെന്നത്. എൻ്റെ അമ്മയുടെ ബന്ധുക്കളെ വീട്ടിലോട്ട് ഞാൻ ചെന്നില്ല. അപ്പോൾ ഇവർക്കത് പറയേണ്ടിയ യാതൊരു കാര്യങ്ങളും ഇല്ല. ഞാൻ അവിടെ ചെല്ലുമോ ചെല്ലാതിരിക്കും ഇതൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ പോലീസുകാരനോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ പോലീസുകാരൻ്റെ കാര്യം മനസ്സിലായി, അയാൾ അവിടെ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങി പോന്നു. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളമൊക്കെ ആയി നമ്മൾ വിളക്ക് കത്തിച്ചിട്ടൊക്കെ ഇങ്ങ് വന്നതിന് ശേഷം. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 കോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ആങ്ങളുടെ കോള് വന്ന് 2 കോള് വന്ന് കിടക്കുന്നു ഞാൻ കണ്ടു. ഞാൻ അറ്റൻഡ് ചെയ്തില്ല, ഞാൻ എൻ്റേതായ തിരക്കിലാണ്, ഞാനത് തിരിച്ചു വിളിക്കാനൊന്നും പോയില്ല. അപ്പോൾ നെറ്റ് ചാർജ് ചെയ്തതിന് ശേഷം എൻ്റെ ഫോണിലേക്ക് 2-3 പ്രാവശ്യം എന്ത് ചെയ്തു കോള് വന്നു. എന്നിട്ട് ആദ്യം ഫോൺ എടുത്തു, ഞാൻ മിണ്ടിയില്ല. 2ാമത് കോൾ വന്നു, എടുത്തു, മിണ്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം ഞാൻ ചോദിച്ചു നിങ്ങളാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇന്ത്യയിലുള്ള ആളാണോ? അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഇംഗ്ലീഷ്. നിങ്ങൾ ഇന്ത്യയിലുള്ള ആളാണോ? അതെ, ഞാൻ ഇന്ത്യയിലുള്ള ആളാണ്. ഇന്ത്യയിൽ എവിടെയാണ്? കേരളത്തിലുള്ള ആളാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ കേരളത്തിലാണെന്ന് ചോദിച്ചു. കേരളത്തിൽ നീ എവിടെയാണെന്ന് ചോദിച്ചു. വയനാടാണെന്ന് പറഞ്ഞു. നിൻ്റെ പേരെന്താന്ന് പറഞ്ഞു ചോദിച്ചു. രാജേഷാണെന്ന്. വെച്ചിട്ട് പോടാ അവിടെ നിന്ന്. ഞാൻ പിന്നെ എനിക്ക് കാരണം ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഇവൻ ഒറ്റ ഒരുത്തനാണ്. എൻ്റെ ഫാദറിൻ്റെ മരണസമയത്ത് ഞാൻ അവിടെ ചെന്ന് കാല് കുത്തുമ്പോൾ 2 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാതെ പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നെ എൻ്റെ ഫോണിലോട്ട് ഇവന് വിളിക്കേണ്ട കാര്യങ്ങളില്ല, ഇവനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവൻ എൻ്റെ ആങ്ങളെയാണ്, എനിക്ക് അങ്ങനത്തെ ഒരു ആങ്ങളയില്ല, അവൻ അങ്ങനത്തെ ഒരു പെങ്ങളും ഇല്ല. പിന്നെ ഇവൻ എന്തിനാണ് എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? ഞാൻ അങ്ങനത്തെ ഉള്ള ഒരു ലോകത്തിലല്ല ജീവിക്കുന്നത്. അങ്ങനെ കുടുംബമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് എപ്പോഴേ മാറിക്കഴിഞ്ഞു. ഞാൻ എൻ്റേതായ ഒരു ലോകത്തിൽ ജീവിക്കുന്നതാണ്. ഞാൻ എൻ്റെ ചാനൽ, പ്രകൃതി, പൂജ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി എനിക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം സ്വന്തം മാനേജ് ചെയ്യുന്നതാണ്. സാമ്പത്തികമായിട്ടും എല്ലാ നിലകളിലും സ്വന്തം മാനേജ് ചെയ്തു പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇവനെ ഒന്നും താങ്ങേണ്ട കാര്യങ്ങളില്ല, അതവിടെ നിന്ന്. അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചു എന്തിനാണ് എൻ്റെ മകൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചത്? എൻ്റെ കയ്യിൽ എൻ്റെ മകൻ്റെ ഫോട്ടോസ് ഉണ്ട്, പിന്നെ എന്തിനാണ് എനിക്ക് അയച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിനക്കൊന്ന് നോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യമാണ്. അവനൊന്നും നോവണമല്ല, കാരണം അവൻ ഒരിക്കൽ എന്ത് ചെയ്തു, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കി ഭാര്യയും കൂട്ടിക്കൊണ്ട് അവൻ അവിടുന്ന് വീട് വിട്ട് ഇറങ്ങി പോയവനാണ്. അപ്പോൾ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ വീട് അസ്ഥിവാരം തോണ്ടി പോകുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയവരാണ്. അസ്ഥിവാരം തോണ്ടി പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവൻ, അവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ. ഞാൻ ആ വീട്ടിൽ ചെന്ന് എൻ്റെ കയ്യിലുള്ള കഴിവിൻ്റെ പരമാവധി കൊണ്ട് പൊളിഞ്ഞു കിടന്ന അടുക്കള നല്ല രീതിയിലേക്ക് കാവി ഇട്ടിരിക്കുന്നതായിരുന്നു. നമ്മൾ പാത്രം കഴുകുന്ന സ്ഥലത്തൊക്കെ കാവിയാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ പോയി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് ടൈലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അവിടെ എല്ലാം ടൈലിട്ട് അടുക്കള പുറത്തേക്കാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ ഇടിഞ്ഞു പോയോടത്തിരിക്കുന്ന, അതായത് ഒരു നാൾ തള്ളിക്കളഞ്ഞോടത്തുനിന്ന് മൂലക്കല്ലായി എന്ന് എൻ്റെ അപ്പം പറഞ്ഞു. തള്ളിക്കളഞ്ഞ കല്ലാണ് എനിക്ക് മൂലക്കല്ലായത് എന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെന്ന് അത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് ആ വീടിൻ്റെ രൂപത്തിലാക്കി സമാധാനം വന്നു. എൻ്റെ അപ്പനും അമ്മയും ഒക്കെ അവിടെ സമാധാനത്തിലിരുന്നു. ഞാൻ എല്ലാ മാസവും പോയി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ വിൽസൻ്റെ വീട്ടുകാരോ ആരും അവിടെ, ഒരാളെയും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഒരു ബന്ധുക്കളും ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ആരെയും വന്നതോ എല്ലാ മാസം ഞാൻ ചെല്ലുമ്പോൾ ആരും അവിടെ വരാറില്ല. ഈ മരണസമയത്ത് വന്നിട്ട് ഇത്രയും വലിയൊരു നാടിൻ്റെ മുമ്പിൽ അരങ്ങേറ്റി എൻ്റെ അപ്പനെ കൊന്നിട്ട് ഇത്രയും ഒരു അരങ്ങേറ്റം നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇവൻ പേടിച്ചിട്ട് ഇവന് പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കേസോ കാര്യങ്ങളോ ഒന്നും പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവനെ വേഗം കയറ്റി എല്ലാവരും കൂടെ വിട്ടതിന് ശേഷം അവിടെയുള്ള ആ വിളക്ക് തറ നമ്മൾ തിരി തെളിച്ചുകൊണ്ടിരുന്ന ആ വിളക്ക് തറയെല്ലാം കുത്തിപ്പൊളിച്ച്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഹിന്ദു ആയിട്ടിരിക്കുന്നതാണെങ്കിലും ക്രിസ്ത്യനായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിലും ദൈവികമായ ഒരു സ്ഥാനത്ത് നമ്മൾ സ്ഥാനം കൊടുത്ത് വിളക്ക് വെച്ചിട്ട് അത് കുത്തിപ്പൊളിക്കുന്ന ഏതെങ്കിലും ആളുകൾ ചെയ്യണമാണോ? ഹിന്ദുക്കളോ മുസ്ലിമോ ക്രിസ്ത്യൻസോ ആരെങ്കിലും ചെയ്യുമോ അത്? നിങ്ങൾ പറ, കമൻറ്റ് ബിലോ.
അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ തള്ള 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഫോണിൽ വിളിക്കുകയാണ്. ഒരു പോലീസുകാരനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. പടിഞ്ഞാറത്തലുള്ള ഒരു പോലീസുകാരന്, ഒരു ലോക്കൽ പോലീസ്, സാധാരണ ഒരു പോലീസുകാരന് നമ്പർ കൊടുത്തിട്ട്, രാജിയാണോ? അതെ, എന്താ കാര്യം? രാജി എവിടെയാണ്? ഞാൻ എവിടെയാണെന്ന് അറിഞ്ഞിട്ട് അവൻ എന്തോന്ന് കാര്യം? അവനെനിക്ക് ചിലവിനായിരുന്നു. ഞാൻ എവിടെയാണോ, എങ്ങോട്ട് പോകണം, വരണം എന്നൊക്കെ ഞാൻ അവനെ ബോധിപ്പിക്കണം. ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ പോയത്? നിങ്ങളുടെ വില ഞാൻ കേസ് കൊടുത്തു. പറഞ്ഞു, വെച്ചിട്ട് പോടാ പൂ മോനേന്ന് എന്നെ വിളിച്ച് ഞാൻ ആ പോലീസുകാരനെ. യവന് സ്റ്റേഷനിൽ, പടിഞ്ഞാറത്തറ സ്റ്റേഷനിലുള്ള പോലീസുകാർ, നിസാമെന്നോ അങ്ങാണ്ടാണ് അവൻ്റെ പേര്, ഒന്ന് ചോദിക്കണം രാജി എന്താണ് പറഞ്ഞതെന്നൊന്ന് ചോദിക്കണം. നാണം കെട്ടിട്ട് ഇവൻ ആരോടും അവിടെ പറഞ്ഞിട്ടില്ല. 4 എണ്ണം കൊടുത്ത്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലാണ്, ഞാൻ എൻ്റെ വീട്ടിനത് തുണി അഴിച്ചിടാതിരിക്കുമോ ചോദിക്കാൻ, നീ ആരടാന്ന് ചോദിച്ചു. പിന്നെ ഞാൻ വായി തോന്നെല്ലാം പറഞ്ഞു. അവൻ ഫോൺ വെച്ചു. പിന്നെ അവനെ വിളിച്ചിട്ട് അവനെ എടുക്കുന്നില്ല. പിന്നെ ഈ തള്ള എന്നെ വിളിച്ച്. ഇവരെന്നോട് പറയാം, ദേവി ഇവരെന്നെ വിളിച്ച് കളിയാക്കണം. സ്വന്തം പെറ്റ തള്ളയാണ്. ഇവർ തള്ളയുടെ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കയ്യിലെടുക്കാൻ കൊള്ളത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഭാഷ പറയുന്നില്ല. അത്രയ്ക്കും കയ്യിലെടുക്കാൻ പറ്റത്തില്ലതാണ് എൻ്റെ ആങ്ങളെയും എൻ്റെ അമ്മയും. ഞാൻ ഇവരൊന്നും ശല്യം ചെയ്യാൻ പോകണില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി വാടക വീടും എടുത്ത് ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ വിളക്കും എൻ്റെ പ്രാർത്ഥനയും ചെയ്ത് മാനമര്യാദയായിട്ട് ജീവിക്കുമ്പോൾ എന്നെ ശല്യം ചെയ്യാൻ എന്തിനു വരണു? ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്യും. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. അതൊന്നും എനിക്ക് ആരെയും ബോധിപ്പിക്കാനുമില്ല. എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ മാത്രം. അതിനെ നേരിടാനോ അതിനെ പരിഹരിക്കാനോ കഴിവുണ്ട്. എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യം എൻ്റെ തള്ളയ്ക്കോ എൻ്റെ ആങ്ങളയ്ക്കോ ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ആങ്ങളയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു തള്ളയില്ല. ദയവ് ചെയ്ത് എൻ്റെ ഫോണിൽ വിളിക്കാനോ എന്നെ ശല്യപ്പെടുത്താനോ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്, കാരണം എനിക്കൊരു ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൻ്റെ പരിധിയുടെ അപ്പുറത്തും ഞാൻ എന്ത് ചെയ്യുന്നു, വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ വീഡിയോ ഞാൻ ഇടാണ്ടിരുന്നത്. അപ്പോൾ വീഡിയോ ഇടാനായിട്ട് മടി ഉണ്ടായിട്ടൊന്നുമല്ല, എനിക്ക് വീഡിയോ ഇടാനായിട്ടൊരു മൂഡ് വന്നില്ല, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ വീഡിയോ കേൾക്കുന്നവരെല്ലാം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം എൻ്റെ കൂടെ നിൽക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാനെല്ലാം തെളിവ് സഹിതം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് വീഡിയോയിലിട്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. വീണ്ടും ഈ തള്ള എന്ത് ചെയ്യണം, തലയും പൊക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ് വരികയാണ്. തള്ളയ്ക്ക് ശരിക്കും മെൻ്റലായിട്ടിരിക്കുകയാണ്, ഭ്രാന്താണ്. എന്താണ് പറയേണ്ടത്, എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ വീട് വാടക സംബന്ധമായിട്ട് വീട് പൂട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട് വയനാട്ടിൽ. അതൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനുള്ള സമയത്തോട്ട് നാട്ടുകാരും പഞ്ചായത്തുകാരൊക്കെ കൂടിയിട്ട് തന്നെയാണ് ആ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നത്. അവിടെ കിടക്കും. പിന്നെ എനിക്ക് അവകാശപ്പെട്ടിടത്താണ് കിടക്കുന്നത്. കൂടുതൽ തലപൊക്കാൻ വേണ്ടിയിട്ട് മെനക്കെടരുത്, ആരും മെനക്കെട്ടാൽ അത് നല്ലതിനല്ല. വെറുതെ ആവശ്യമില്ലാതെ പോലീസുകാരാണെങ്കിലും, പടിഞ്ഞാറത്തറ പോലീസുകാരാണെങ്കിലും ആവശ്യമില്ലാതെ എൻ്റെ ഫോണിനകത്ത് കിടന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ സഹിതം എന്ത് ചെയ്യും, കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. അതുകൊണ്ട് ഉള്ള ജോലിയും വെച്ച്, ഉള്ള റേഷനരിയും മേടിച്ച്, ഉള്ള കഞ്ഞിയും കുടിച്ച്, ഉള്ള ശമ്പളവും മേടിച്ച് മര്യാദയ്ക്ക് അടങ്ങിയിരിക്കുക. അവരുടെ വാക്ക് കേട്ടിട്ട് തുള്ളാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പം എനിക്ക് കയറി വന്ന് കളിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പോലീസുകാരാണെങ്കിലും അവരവരുടെ കാര്യം നോക്കാം. ഞാൻ ആ സ്ഥലത്തില്ലാത്ത ഒരാളാണ്. ഞാൻ ഒരു കാര്യങ്ങളുമായിട്ട് ഒന്നിനുമില്ല. പിന്നെ എന്നെ എന്ത് ചെയ്യരുത്, ചൊറിയാനായിട്ട് മെനക്കെട്ട് വരുന്നത്. ഞാൻ എവിടെയാണെന്ന് അന്വേഷിക്കേണ്ടായിരുന്നു. നീ ആരുടെ നിസ്സാമേ അറിയേണ്ടായിരുന്നു. നിന്നെ ബോധിപ്പിക്കണം ഞാൻ എവിടെയാണെന്നുള്ളത്. നിനക്ക് നാണമാനമില്ലേ? പിന്നെ അന്നേരം തന്നെ ഞാൻ എന്ത് ചെയ്തു, DYSPനെ വിളിച്ചു. SP-യുടെ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. DSPനൊക്കെ വിളിച്ചപ്പോൾ നമ്പർ ഇങ്ങോട്ടേക്ക് തരാനാണ് പറഞ്ഞത്. നമ്പർ നമ്മൾ എന്ത് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവൻ എന്ത് ചെയ്യുന്നില്ല, തലവൊക്കെ വന്നിട്ടില്ല. ചുമ്മാ എന്ത് ചെയ്യാണ്, കൈക്കൂലി മേടിച്ച് കിട്ടണ പോരട്ടെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്, ചുമ്മാ ഒരു യൂണിഫോം പോയിട്ട് ആൾ കളിച്ചുകൊണ്ടിരിക്കുക. പോലീസുകാർക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒരു നിലയില്ലതേ. വെറുതെ എന്ത് ചെയ്യുക, രാവിലെ തൊട്ട് വന്ന് എന്ത് ചെയ്യുക, മാസ ശമ്പളം മേടിക്കാനായിട്ട് എന്ത് പോക്കൃത്തരത്തിനും എന്ത് ചെയ്യും, കൂട്ടു നിൽക്കും, കൈക്കൂലിയും വാങ്ങും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഇന്ന് മിഥുനമാസം 1-ാം തീയതി ആയിരുന്നു. ഡിസംബർ മാസം വന്നെത്തി. ഈ വർഷം ഒരുപാട് സങ്കടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ആയിരുന്നു 2024 നമ്മെ വിട്ടു പോകാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ അനുഭവിച്ച് നല്ല തഴക്കവും പഴക്കവും വന്നൊരു മനസ്സിൻ്റെ ഉടമയായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ. എല്ലാം ഞാൻ നേരിടുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബിലോ. നിങ്ങൾക്ക് അതിനെ നേരിടാനുള്ള
വഴികൾ എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ലൈഫിൽ നിങ്ങൾക്കറിയാമോ, ഞാൻ എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 17 വയസ്സുള്ള സമയത്ത് ഞാൻ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ ലൈഫിൽ. ഞാൻ ഒരുപാട് സങ്കടങ്ങളിൽ കൂടെ പോയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അമ്മയോ ആങ്ങളെയോ അപ്പനോ അല്ലെങ്കിൽ പോലീസുകാരോ നാട്ടുകാരോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു നേരത്തെ കഞ്ഞിക്കരിക്ക് ആരുടെ അടുത്തും പോയിട്ടില്ല, ഒരു നേരം പൈസയ്ക്ക് ഒന്നിനും ഞാൻ പോയിട്ടില്ല. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് മാനേജ് ചെയ്ത് സങ്കടങ്ങളെയും കണ്ണുനീര് തോരാത്ത ദിവസങ്ങളില്ല. കണ്ണുനീര് ആയിട്ട് പട്ടിണി കിടന്നിട്ടുണ്ട്. കണ്ണുനീര് അറിയാലോ നിങ്ങൾക്ക്. ഒരുപാട് പ്രശ്നങ്ങളെ മാനേജ് ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം ഒരു ആശ്വാസവാക്ക് തരാൻ പോലും ആരും ഉണ്ടായിരുന്നു. അതെല്ലാം മാനേജ് ചെയ്ത് ഇന്ന് ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നൊരു ആളാണ്. എല്ലാ പ്രശ്നങ്ങളും കേരളത്തിനകത്ത് ചന്ദനത്തിരി കത്തിച്ചു എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ വീട് പൂട്ടിയിട്ടിരിക്കുന്നു, അത് മാനേജ് ചെയ്യുന്നു. അതിനിടയിൽ ഇവിടെ ഒരു ഡയലോഗ് ഇട്ടു, നീ അങ്ങ് ചെല്ല്, നീ അങ്ങോട്ടേ ഇല്ല, നിനക്ക് അടുത്ത് തന്നെ പൂട്ടും. എന്ത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ തന്തേനെ കൊന്നിട്ടില്ല, അടുത്ത് തന്നെ പൂട്ട് വീണ നിങ്ങൾക്കാണ്. നിങ്ങളാണ് ഒരുത്തനെ നിങ്ങളെ ഭർത്താവിനെ എന്ത് ചെയ്തിട്ട് കൊന്നിട്ട് സുഖമായിട്ട് അവിടെ എന്ത് ചെയ്യണം, മോളെ അടുപ്പിക്കാതെ നിങ്ങൾ അവിടെ അങ്ങ് സുഖിച്ച് വാഴണം. നിങ്ങൾക്ക് ചിലപ്പോൾ പൂട്ട് വീണേക്കാം. ഞാൻ എന്തായാലും കേസ് എന്ത് ചെയ്യും, അന്വേഷണത്തിന് ഇടാൻ പോവുകയാണ്. വ്യക്തമായിട്ട് എൻ്റെ ഫാദറിൻ്റെ മരണത്തോട് അനുബന്ധിച്ചിട്ടുള്ള കേസും കാര്യങ്ങളും ശക്തമായിട്ട് തന്നെ മുന്നോട്ടിടും. ആർക്കാ വിലങ്ങ് വീഴാണെന്ന് നമുക്ക് അപ്പം എന്ത് ചെയ്യാം അറിയാം, ആരെ വിലങ്ങ് വെച്ചുകൊണ്ട്. അപ്പം അതുകൊണ്ട് സൈക്കോ ജോളിയെ പോലെ ഇത്രയും ക്രിമിനൽസ് കാര്യങ്ങളും ചെയ്തിട്ട് വീണ്ടും മകളുടെ തോളിലോട്ട് മെക്കിട്ട് കയറാം, എൻ്റെ തോളിലോട്ട് മെക്കിട്ട് കയറാൻ വന്നാൽ ഞാൻ നിങ്ങളെ വിടത്തില്ല. കാരണം നിങ്ങളുടെ ചിലവ് തിന്നിട്ടല്ല ഞാൻ കഴിയണം. എനിക്ക് നിങ്ങളെ ബഹുമാനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എനിക്ക് നിങ്ങളെ ഒന്ന് ബഹുമാനിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യവുമില്ല. ഞാൻ എൻ്റെ സങ്കടങ്ങളിലും ആരെ ഉപദ്രവിക്കാതെ വളരെ മാന്യമായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഉപദ്രവിക്കാമെന്ന് ഞാൻ ആരായിട്ട് വിടാറുമില്ല. എൻ്റെ ആത്മീയ ജീവിതം എനിക്കിപ്പം എൻ്റെ ആത്മീയ ജീവിതം, ഞാൻ ആത്മീയ ജീവിതമാണെന്ന് പറഞ്ഞത് ആരെയും കാണിക്കേണ്ട കാര്യങ്ങളുമില്ല. എൻ്റെ ആത്മീയ ജീവിതം തന്നെയാണ് എൻ്റെ പ്രശ്നങ്ങളിൽ എന്നെ എന്ത് ചെയ്തത്, പിടിച്ച് നിർത്തിയത്. അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ദൈവം സാന്നിധ്യം തന്നെയാണ് എന്ത് ചെയ്തത് എൻ്റെ ഓരോ പ്രശ്നങ്ങളും ഇപ്പോഴും ഈ നിമിഷവും എൻ്റെ ഭക്ഷണം ഉൾപ്പെടെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ പിടിച്ചു നിർത്തുന്നത് എൻ്റെ ആത്മീയ ജീവിതം തന്നെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതമാണ് ഏറ്റവും വലുത്. അതെങ്ങനെയാണ് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ ഏത് മതത്തിൽ വിശ്വസിക്കണം, ഞാൻ എങ്ങനെ പോകണം, ഞാൻ എന്തായിത്തീരണം എന്നൊക്കെ ചെയ്യുന്ന തീരുമാനം എൻ്റേത് മാത്രമാണ്. അതെനിക്ക് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണം. മറ്റൊരാളുടെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആത്മീയ ജീവിതത്തെയോ ഒരാൾക്കും ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളുമില്ല. അതൊക്കെ വിവരക്കേടാണ്. പ്രത്യേകിച്ച് കേരളീയരുടെ വിവരക്കേടുകളാണ് ഇന്ന് ഇപ്പോൾ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ ലേഡീസും രാവിലെ അവരെണീക്കുന്നു, 4 മണിക്ക് എണീക്കുന്നു, എന്താ പറയുന്നത്, വീട്ടിൽ അടിച്ച് തുടച്ച് കുളിച്ച് വന്ന് വിളക്ക് കത്തിക്കുന്നു, ധൂപം കാണിക്കുന്നു, മണിയടിക്കുന്നു, വിളക്ക് കത്തിക്കുന്നു, നിവേദ്യം കൊടുക്കുന്നു. ഇന്നിപ്പോൾ ആൾക്കാർ അമ്പലങ്ങളിൽ പോയിട്ടല്ല, വീടുകളിൽ തന്നെ അവർ അമ്പലങ്ങളും പൂജ എല്ലാം സ്വയമായിട്ട് ചെയ്യുന്നുണ്ട് ലേഡീസ്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ ഓരോ പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയാണ് ഞാനും എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോകുന്നത്. പിന്നെ നമുക്ക് ആരെയും നന്നാക്കാനൊന്നും പറ്റത്തില്ല. നമുക്കിപ്പം അച്ഛനെയോ അമ്മയോ സഹോദരനെയോ ഒന്നും നന്നാക്കാൻ പറ്റും, നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്വന്തം നന്നായിട്ട് നമ്മളെ കാര്യങ്ങൾ മാനേജ് ചെയ്ത് നമ്മളെ ആരോടും അസൂയപ്പെടാതെയും കുശുമ്പ് കാണിക്കാതെയും പോര് കാണിക്കാതെയും മാന്യമായിട്ട് ജീവിക്കാൻ നോക്കുക. പക്ഷേ എന്നും പറഞ്ഞാൽ നമ്മുടെ തലയിലോട്ട് കയറാനായിട്ട് നമ്മൾ ആരെയും അനുവദിച്ചു കൊടുക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ മിഥുനമാസമായിരുന്നു. രാവിലെ വിളക്കും കാര്യങ്ങളെല്ലാം അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരം ഇപ്പോൾ അമ്പലത്തിലും പോയി ഇട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ അവരുടെ ഫോണിലോട്ട് വിളിക്കാനായിട്ട് പോയിട്ടില്ല. ഇവരമ്മയും മോനും നാണം കെട്ടിട്ട് എൻ്റെ ഫോണിലോട്ട് എന്ത് ചെയ്യുന്നു, വിളിക്കുന്നു. എനിക്കത് താല്പര്യവുമില്ല. അവർക്ക് അവരുടെ വഴി, എനിക്ക് എൻ്റെ വഴി. എനിക്ക് എൻ്റേതായ വഴിയിൽ, അതായത് ഞാനിവിടെ വിളക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ശാന്തമായിട്ടിരിക്കുന്ന, വളരെ പോസിറ്റീവിൽ പോയിക്കൊണ്ടിരിക്കുന്ന. അപ്പം എനിക്ക് നെഗറ്റീവ് കേൾക്കാനും നെഗറ്റീവ് കാര്യങ്ങൾ ഉള്ള ആളുകളോട് സംസാരിക്കും. പ്രത്യേകിച്ച് പടിഞ്ഞാറത്തറ പോലീസുകാരോടാണ് പറയുന്നത്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കാനായിട്ട് മെനക്കെടരുത്. നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങൾക്കൊരു വീടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ, ഞാനിപ്പം എന്നെ വിളിച്ച പോലീസുകാരനോട് പറയാം, നിങ്ങളെ വീട്ടിൽ പോകരുത്, നിങ്ങൾക്കെതിരെ ഞാൻ കൊണ്ട് കേസ് കൊടുത്തെന്ന് പറയുന്നത് മാന്യതയാണോ? അപ്പോൾ അതുപോലെ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ചൊറിയാൻ വരരുത്. എൻ്റെ വീട്ടിനകത്ത് പൂജ ചെയ്യണോ അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്ത് പോകണോ, അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതൊന്നും എനിക്ക് ഈ ലോകത്തിലിരിക്കുന്ന ഭരണാധികാരികളെ ഒന്നും ബോധിപ്പിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. അതെൻ്റെ വ്യക്തിപരമായ മൗലിക അവകാശങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ എന്ത് ചെയ്യാം,
എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ഞാൻ എവിടെയാണ്, ഞാൻ എവിടെയാണെന്ന് പറയാൻ ആരോടും എനിക്ക് താല്പര്യമില്ല. ഞാൻ എവിടെ ഇരുന്നാലും ആർക്കും ഒന്നുമില്ല. ആരും എനിക്ക് ചിലവിന് എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുത്തരുന്നില്ല. ആരും എന്നെ സഹായിക്കുന്നില്ല. എൻ്റെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ആരും എന്നെ സഹായിക്കാറില്ല. പിന്നെ ഞാൻ എവിടെയാണെന്ന് അറിയേണ്ട കാര്യങ്ങളില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എവിടെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. അതുകൊണ്ട് അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഈ തള്ള വീണ്ടും എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക, തള്ളയ്ക്ക് മെൻ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് എതിരെ കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കുറേ നാട്ടുകാർ, മുത്തോലി ബേബി, അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളുണ്ട്. അപ്പം ഞാൻ കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ഞാൻ ചോദിക്കാം, എന്താണ് നിങ്ങളുടെ പ്രശ്നമോ? മുതുമുത്തച്ഛനും കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ആളുകളാണ്. അപ്പോഴാണ് മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങൾ തിരക്കാൻ വേണ്ടി വരുന്നത്. നിനക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളില്ലേ മുത്തോലി ബേബി? നിർമ്മലയുടെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ നാട്ടിലൊക്കെ പലവിധമായ പ്രശ്നങ്ങളുണ്ടല്ലോ. അതൊക്കെ തന്നെ ധാരാളം ഉണ്ടല്ലോ. പിന്നെ എന്തിനാ എൻ്റെ പ്രശ്നത്തിനകത്ത് ഇടപെടാൻ വരുന്നത്? അപ്പം നാണോ മാനോ ഇല്ലെങ്കിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല. എനിക്ക് നിങ്ങളോടൊന്നും ഒരു താല്പര്യവും ഇല്ല. നാട്ടുകാരെന്നോ വീട്ടുകാരെന്നോ ഒന്നും പറഞ്ഞിട്ടോ എനിക്ക് ഒരു താല്പര്യവും ആരോടും എനിക്കില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ഞാൻ നല്ലത് ചെയ്യുന്നു, നല്ലതെന്ന് കാണുന്നത് ഞാൻ നല്ലതെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് എന്താണ് തോന്നുന്നത്, നല്ലതെന്ന് തോന്നുന്നു, അതിൽ വിശ്വസിച്ച് ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. പുതിയ വർഷം വരാനായി, 2024 അങ്ങനെ വലിയ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച് അത് നമ്മളെ വിട്ടിട്ട് പുതിയൊരു വർഷം വരുന്നു. അപ്പോഴും ഇനി പുതിയ വർഷം വരുന്നു. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, മനുഷ്യരുടെ ഇടയിലാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ലോകം അങ്ങനെയാണ്. നമ്മൾ ഈ ലോകത്ത് മാതാപിതാക്കൾ കല്യാണം കഴിഞ്ഞു, മക്കളുണ്ടാകും, അവരുടെ മധുവിധുവിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അത് ഒരു പരിധിവരെ വളരുന്നു. ഓരോരോ പ്രശ്നങ്ങൾ നിങ്ങൾ ടി വിയിലും ഇതിലൊക്കെ കാണുന്നില്ലേ? അപ്പോൾ അന്നും പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളായിട്ടിരിക്കണം, മക്കളായിട്ടും ഇരിക്കണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ ഒന്നിനും നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമ്മളിതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാന്യമായിട്ട് ജീവിക്കുക. നമുക്ക് പറ്റത്തില്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യുക, മാതാപിതാക്കളാണേലും മാതാവാണേലും പിതാവാണേലും നമുക്ക് പറ്റത്തില്ലെന്ന് തോന്നിയാൽ നമ്മളതവിടെ വിടുക, നമ്മളതവിടെ അവസാനിപ്പിക്കുക. അത്രേ ഉള്ളൂ. നമ്മളെ ശല്യം ചെയ്യുക, നമ്മളവരെ ശല്യം ചെയ്യാൻ പോകണ്ട, നമ്മളെ അവർ ശല്യം ചെയ്യാൻ പോകണ്ട, അവരവരുടെ കാര്യങ്ങൾ നോക്കി ഇരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. കാരണം നമ്മളൊന്നും വേണ്ടാന്ന് വയ്ക്കും തോറും പിന്നെയും എന്ത് ചെയ്യാണ്, വന്ന് സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിനെയും ഇങ്ങനെ വല്ലാതെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ആത്മീയ ജീവിതം എൻ്റെയാണ്. ഇപ്പം നമ്മൾ താമസിച്ചോടത്ത് തിരി കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതവിടെ സാധനങ്ങളെല്ലാം അവൻ എന്ത് ചെയ്തു, ഞാനില്ലാണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ആ വീട് അവൻ പൂട്ടി. ഞാൻ പൂട്ടിയിട്ട് വന്ന വീട് അവൻ പൂട്ടി പൂട്ടഴിച്ച് അവൻ അഡീഷണൽ പൂട്ട് വെച്ചിരിക്കുകയാണ്. അതവിടെ കിടക്കുന്നുണ്ട്. അവൻ വാടകയ്ക്കൊന്നും എന്നെ വിളിക്കാറില്ല. അതവിടെ കിടക്കുന്നു, സാധനങ്ങൾ അവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം എന്താ പറയുക, അവനോൻ തന്നെ എന്ത് ചെയ്യുക, കുഴി വെട്ടി എന്ത് ചെയ്യും? അപ്പോൾ അതാണ് കാര്യങ്ങൾ. എൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പൈസയും വാടകയും ഒക്കെ മേടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇമാതിരി തോന്നിയാസം കാണിക്കുന്നത്. ഞാൻ എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, ഹോമം ചെയ്തു. എന്ത് ഹോമമാണ് ചെയ്യുക? ഹോമം എന്താണെന്ന് ആദ്യം പഠിക്കുന്നേ എൻ്റെ പൊന്ന് ജേക്കപ്പേ. ഹോമം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അറിയത്തില്ലെങ്കിൽ തൊട്ടടുത്തൊരു അമ്പലമില്ലേ, അവിടെ പോയിട്ട് മനസ്സിലാക്കുക ഹോമം എന്താണെന്ന്. നിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അമ്പലത്തിൽ തന്നെ ഉണ്ട് അമ്പലവും ഹോമത്തിൻ്റെ അതൊക്കെ ആദ്യം നീ പോയി മനസ്സിലാക്കുക. എന്നിട്ട് നീ എന്താണ് ഹോമം, എന്താണ് ഇതൊക്കെയെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് നീ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വാ. അല്ല ചുമ്മാ കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിൻ്റെ വില തന്നെയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നിൻ്റെ നാട്ടിൽ നിൻ്റെ വിലയാണ് പോകണം, അല്ലാതെ എൻ്റെ വിലയൊന്നുമല്ല. മനസ്സിലായോ? എവിടെയെങ്കിലും പോയി ജീവിക്കും. അതൊന്നും എവിടെയായാലും ഞാൻ പോയി ജീവിക്കും. മനസ്സിലായില്ല? നീ പിന്നെ ആ നാട്ടിൽ തന്നെ കിടക്കേണ്ടതാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് എനിക്ക് തരാനുള്ള നഷ്ടപരിഹാരം തന്നിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്കുക. അതായിരിക്കും നിനക്കും നല്ലത്.